പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പരമാവധി ശിക്ഷ ഈ കേസിൽ ലഭിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. കോടതി വിധി പരിശോധിക്കാതെ പറയാൻ കഴിയില്ല. പരമാവധി ശിക്ഷ ലഭിക്കണമെന്നാണ് ആഗ്രഹിച്ചതെന്നും മന്ത്രി പറഞ്ഞു. കേൾക്കാം. ഇത്രയും വലിയൊരു പ്രമാദമായ കേസിൽ നൽകിയ ശിക്ഷ അതിനകത്ത് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് പരിശോധിച്ച് തുടർ നടപടി സർക്കാർ സ്വീകരിക്കും. പ്രോസിക്യൂഷൻ ചെയ്യേണ്ട കാര്യം ചെയ്തു. എന്നാൽ എന്തുകൊണ്ടാണ് പരമാവധി ശിക്ഷ കിട്ടാഞ്ഞത് എന്നതിനെ സംബന്ധിച്ചാണ് നമുക്ക് സംശയം. അപ്പോൾ സ്വാഭാവികമായിട്ടും കോടതിയുടെ വിധിയാണ്. ആ കോടതിയുടെ വിധി സംബന്ധിച്ച് പരിശോധിക്കാതെ പഠിക്കാതെ ഒരു അഭിപ്രായം ആധികാരികമായിട്ട് പറയാൻ കഴിയില്ല. പരമാവധി ശിക്ഷ ലഭ്യമാക്കണമെന്നാണ് നമ്മളെല്ലാം ആഗ്രഹിച്ചത്. അത് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ ആ പരമാവധി ശിക്ഷ കിട്ടാത്തിടത്തോളം കാലം അത് സംബന്ധിച്ച് മനസ്സിലാക്കി അതിജീവിതയോടൊപ്പം സർക്കാർ മുന്നോട്ട് പോകും. കോടതി വിധി അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനുമുള്ള അംഗീകാരമാണെന്ന് മന്ത്രി പി രാജീവ്. മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചെന്നും മന്ത്രി പറഞ്ഞു. അത് നല്ല വിധിയായിട്ടാണ് തോന്നുന്നത്. അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനുമുള്ള ഒരു അംഗീകാരം കൂടിയാണ്. എന്തായാലും നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ള എല്ലാവർക്കും മാതൃകാപരമായൊരു ശിക്ഷ ഉറപ്പാക്കുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണേണ്ടത്. കോടതി വിധി നിരാശപ്പെടുത്തിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സ്ത്രീത്വത്തിന്റെ മഹത്വം ഉയർത്തുന്ന വിധിയല്ല, വൻമീനുകളെ വെറുതെ വിട്ടു. സർക്കാർ നിസ്സംഗമായി നിൽക്കില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. അതിജീവിതയുടെ പോരാട്ടങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഭിമാനപൂർവ്വം കാണുന്നു. ഈ വിധി പ്രസ്താവന സ്ത്രീകളുടെ മാനത്തെയും അഭിമാനത്തെയും എല്ലാം സംബന്ധിച്ചുള്ള എല്ലാ സങ്കല്പങ്ങളെയും നിരാശപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ വിധി നിരാശയുണ്ടാക്കുന്നു. ഈ വിധിയുടെ മുമ്പിൽ പ്രസംഗമായി നിൽക്കാതെ LDF ഗവൺമെൻറ് വ്യക്തമാക്കി കഴിഞ്ഞു അപ്പീൽ പോകുക തന്നെ ചെയ്യുമെന്ന്. ആ അപ്പീൽ പോകുമ്പോൾ ഇനിയും സത്യങ്ങൾ പലതും പുറത്തു വന്നേക്കാം. എന്തുകൊണ്ടാണ് വൻ മീനുകളെ വെറുതെ വിടുകയും ചെറിയ മീനുകളെ പിടിക്കാൻ വേണ്ടിയുള്ള വ്യഗ്രത കാണിക്കച്ചതെന്ന് ചോദ്യമുണ്ടാകും. വിധിയിലെ നിരാശ പ്രോസിക്യൂഷൻ തുറന്നു പറഞ്ഞു. ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അജയകുമാർ പറഞ്ഞു. വിധിക്കെതിരെ അപ്പീൽ നൽകാനാണ് പ്രോസിക്യൂഷന്റെ നീക്കം. ശിക്ഷയിൽ നിരാശരാണ്. കാരണം മാക്സിമം ശിക്ഷ പ്രതികൾക്ക് കൊടുക്കണമെന്ന് ശക്തമായി വാദിച്ചിരുന്നു. കാരണം മനഃശാസ്ത്രിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ഗൂഢാലോചന വെച്ച് ഒരു ക്രൈം നടത്തുന്ന പ്രതികൾക്ക് ഏറ്റവും ഇളവായ ശിക്ഷ നൽകുന്നത് തെറ്റായ സന്ദേശമാണ് സമൂഹത്തിൽ നൽകുന്നത്, നീതിപീഠത്തിന് നൽകുന്നത്. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഗുഡ് ഈവനിങ്. റോഷി, വിധി നിരാശപ്പെടുത്തുന്നത് എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അപ്പീൽ പോകുമെന്ന് പറയുന്നു. സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും, അതായത് ഒരു ഡിറ്ററന്റ് പ്രിൻസിപ്പിൾ അതിൽ വർക്ക് ചെയ്തിട്ടില്ല വിധിയിൽ എന്നാണോ പ്രോസിക്യൂഷന്റെ കണ്ടെത്തൽ? അരുൺകുമാർ, കൊച്ചിയിൽ നടിയാക്രമിക്കപ്പെട്ട കേസിൽ വിധിയും ശിക്ഷയും പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനി പ്രോസിക്യൂഷന്റെ നീക്കം നിർണായകമാണ്. നിലവിൽ 6 പ്രതികൾക്ക് ലഭിച്ച ശിക്ഷ അത് കുറവാണെന്ന വിലയിരുത്തലാണ് പ്രോസിക്യൂഷൻ. അത് മതിയായ ശിക്ഷയല്ല, ജീവപര്യന്തം ശിക്ഷ അവർക്ക് നൽകണം എന്ന നിലപാട് തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയിലേക്ക് അപ്പീൽ നൽകാനുള്ള തീരുമാനത്തിലേക്ക് പ്രോസിക്യൂഷൻ എത്തുന്നത്. ശുപാർശ സർക്കാർ അംഗീകരിക്കുമെന്ന പ്രതീക്ഷയാണ് പ്രോസിക്യൂഷന്. ഏറെ വൈകാതെ തന്നെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കും. വിധിപ്പകർപ്പ് വിശദമായി പരിശോധിച്ചതിന് ശേഷമാകും അപ്പീൽ സമർപ്പിക്കുക. അടുത്തയാഴ്ച തന്നെ അപ്പീൽ നൽകാനുള്ള തീരുമാനത്തിലേക്കാണ് പ്രോസിക്യൂഷൻ പോകുന്നത്. ഇതിനൊപ്പം തന്നെയാണ് നേരത്തെ 4 പ്രതികൾ, അത് 8ാം പ്രതി ദിലീപ് അടക്കമുള്ളവരെ വെറുതെ വിട്ട സാഹചര്യമുണ്ട്. ആ സാഹചര്യം വിശദമായി വിധിയിൽ പരിശോധിക്കും. അതിനുശേഷം അതിലും അപ്പീൽ കൈമാറും. രണ്ട് കാര്യങ്ങളിലാണ് അപ്പീൽ കൈമാറുന്നത്. ഒന്ന്, ശിക്ഷ കൂട്ടണം എന്ന കാര്യം. രണ്ടാമത്തേത്, ദിലീപ് ഉൾപ്പെടെയുള്ള 4 പ്രതികൾക്കും ശിക്ഷ ഉറപ്പുവരുത്തണം. രാജ്യം കണ്ട ഏറ്റവും ക്രൂരകൃത്യം നടന്നു കൊച്ചിയിൽ. അത് കൂട്ടബലാത്സംഗമാണ്. ആ കൂട്ടബലാത്സംഗത്തിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ഇപ്പോൾ 6 പ്രതികൾക്ക് നൽകിയിരിക്കുന്നത്. ഗൂഢാലോചന കുറ്റത്തിൽ ദിലീപ് ഉൾപ്പെടെയുള്ളവരെ ശിക്ഷിക്കണം എന്ന ആവശ്യം കൂടി പ്രോസിക്യൂഷൻ ഉയർത്തും. കടുത്ത പോരാട്ടത്തിന് അതിജീവിതയും ഒരു ഭാഗത്ത് തയ്യാറെടുക്കുന്നുണ്ട്. താങ്ക് യു. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.